മക്കളെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമല്ലേ? ചെറിയ റിവിഷൻ കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട അടുത്ത മേഖലയിലോട്ട് നമുക്ക് പോകാം. നമ്മൾ ഇതുവരെയും സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല. സ്വരം മാത്രമേ ഉള്ളൂ. ആ എന്നുള്ള സ്വരം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ? പിന്നെ ചില്ലക്ഷരങ്ങൾ. അപ്പൊ അതിന്റെ ഒരു ചെറിയ റിവിഷൻ നടത്തിയിട്ട് നമുക്ക് എന്താണ് സ്വരങ്ങൾ എന്ന് പഠിക്കാൻ പോവാം. ഓക്കെ? ഇത്ര അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അതൊക്കെ നമ്മൾ ഓർഡർ ആക്കി. ഇത് പായിൽ തുടങ്ങുന്നത് പവർഗം, തായിൽ തുടങ്ങുന്നത് തവർഗം, ടവർഗം, ചവർഗം, കവർഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചു. ഇപ്പൊ നമ്മൾ ഇങ്ങനെയും അറേഞ്ച് ചെയ്തു, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കളറിൽ അറേഞ്ച്മെന്റ് വന്നു. ഇത് രണ്ടും നമുക്ക് ചേർത്ത് പഠിക്കാം. ആദ്യം നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം അല്ലേ? പ, കടുപ്പിച്ചേ, ഭ, ബ, ഭ, മ. ഇത് ചുണ്ടില് വരും. ചുണ്ടിങ്ങനെ കൂടിപ്പോകുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഓഷ്ട്യങ്ങൾ എന്ന് പറയും. ആ ഓഷ്ട്യങ്ങളുടെ കൂട്ടത്തിൽ വ എന്ന വ്യഞ്ജനാക്ഷരവും കൂടി ചേരും. വ. ഇതില് സോഫ്റ്റ് ആയിട്ട് പറയേണ്ടത് ഏതാ? പ, ബ, മ. പ, ബ, മ. ഇതാ ഭ, ഭ. പ, ഭ, ബ, ഭ, മ. പവർഗം. അതിൽ വായും കൂടി ചേരുമ്പോൾ ഓഷ്ട്യങ്ങൾ. അടുത്തത് പ കഴിഞ്ഞപ്പ പിന്നെ അടുത്തത് ആരാ? ചുണ്ട് കഴിഞ്ഞ തൊട്ടും പുറകിൽ പല്ല്. ദന്ത്യങ്ങൾ. ത, ധ, ദ, ധ, ന. എല്ലാം പോയി മുട്ടും. അതിന്റെ കൂട്ടത്തിൽ കൂടി ലായും സായും വരും. ലായും സായും. ഇനി ഇതില് സോഫ്റ്റ് ആയിട്ട് പറയേണ്ടത് ത, ദ, ന. ത, ദ, ന. ധ, ധ. ത, ധ, ദ, ധ, ന. തവർഗങ്ങൾ അല്ലെങ്കിൽ ദന്ത്യങ്ങൾ. ഓക്കെ. അതിന് ലായും സായും ദന്ത്യങ്ങൾ. അടുത്തത് കുറച്ചും കൂടി ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ നാവിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലുള്ള ഭാഗം. അതാണ് നമ്മുടെ മൂർധന്യം, മൂർധാവ്. അവിടെ വരുന്നത് ട, ഠ, ഡ, ഠ, ണ. അതിൽ സോഫ്റ്റ് ആയിട്ട് വരേണ്ടത് ട, ഡ, ണ. ട, ഡ, ണ. കടുപ്പിച്ച് പറയേണ്ടത് ഠ, ഡ. ഠ, ട, ഠ, ഡ, ഠ, ണ. ഇതിന്റെ കൂട്ടത്തില് വരുന്ന അക്ഷരങ്ങള് റാ വരും, രാ വരും, ഷാ വരും, ളാ വരും, ഴാ വരും. എല്ലാം ഷ, ഴ, ള, ര, റ. ഈ അക്ഷരങ്ങളെല്ലാം വരുന്നത് ഈ മൂർധന്യത്തിൽ നാവ് ചെന്ന് മുട്ടുന്നുണ്ട്. അവിടെയാണ് അത് ചവർഗം. നമ്മൾ ഈന്തപ്പഴമൊക്കെ കടിച്ച് തിന്നണ സമയത്ത് നമ്മൾ ഇങ്ങനെ ചുണ്ടൊക്കെ നമുക്ക് ചുണ്ട് വിടർന്നു വരും. പക്ഷെ പല്ല് രണ്ടും കൂട്ടി പിടിച്ചിട്ട് ച, ഛ, ജ, ഛ, ഞ നമുക്ക് പറയാൻ പറ്റും. മറ്റുള്ള അക്ഷരങ്ങളൊക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്ത് യായും ഷായും വരും. യായും ഷായും വരും. അപ്പൊ അത് നമുക്ക് പറയാം. ച, ഛ, ജ, ഛ, ഞ. ഇതിൽ സോഫ്റ്റ് പറയേണ്ടത് ച, ജ, ഞ എന്ന് പറഞ്ഞേ. ച, ജ, ഞ. ഇതാ ഛ, ഝ, ഛ, 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 ജ, ഛ, ഞ. ഓക്കെ. ചവർഗം. ഇതല്ലെങ്കിൽ ഇതിനെ പറയണത് എന്താണ്? താലവ്യങ്ങൾ. താലവ്യങ്ങൾ. അണ്ണാക്കിനെ പറയുന്നതാണ് താലവ്യങ്ങൾ എന്ന്. അടുത്തത് കവർഗം. ക, ഖ, ഘ, ഖ, ങ. ക, ഖ, ഗ, ഖ, ങ. ഇതിൻ്റെ അകത്ത് ഹ എന്നുള്ള അക്ഷരം കൂടി വരും. നമ്മൾ കൂടുതലും ഊന്നൽ കൊടുക്കാൻ അക്ഷരങ്ങളെ ഹായുമായിട്ടല്ലേ ചേർക്കുന്നത്. അപ്പൊ അതിന് കണ്ഠ്യങ്ങൾ എന്നാണ് പറയുന്നത്. കണ്ഠം, കഴുത്ത്. കണ്ഠ്യങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. അതിൻ്റെ അകത്താണ് ഹ ചേരുന്നത്. ഇതെല്ലാം കവർഗത്തിൽ വരും. ക, ഖ, ഗ, ഖ, ങ. ഓക്കെ. ഇതിന്റെ സോഫ്റ്റ് പറയണത് ക, ഗ, ങ. സോഫ്റ്റ് ആയിട്ട് ക, ഗ, ങ. ഇതാ ഖ, ഘ. അല്ലേ? കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞു. ഇപ്പൊ ഇതിന് ഒരു ചൊല്ലൊക്കെ ഉണ്ടാക്കി. പഴങ്ങളും ഫലങ്ങളും ബലവാനും ഭഗവാനോ മഞ്ചാടിയും. അത് ടീച്ചർ ഉണ്ടാക്കി അല്ലെ? തിരക്കുള്ള സ്ഥലങ്ങളിൽ ദാനധർമ്മം നല്ലത്. താഥ ദാഥ ന.
അടുത്തെന്താണ്? പടയ്ക്കു പഠിച്ചവൻ ഡാഠ അറിയണം. പടയ്ക്കു പഠിച്ചവൻ ഡാഠ അറിയണം. ഇതാ ചന്തമുള്ള ഛായാജലത്തിൽ ഝഷവും ഞണ്ടും. എന്നിട്ട് ഞാനൊരു ഹോംവർക്ക് തന്നു, ഓർമ്മയുണ്ടാ? ഇത് കാക്ക ഘാക്ക ങ. തന്നെത്താനെ ഒന്ന് കണ്ടുപിടിക്കണം, ടീച്ചർക്ക് അയച്ചു തരണം, ടീച്ചർ സമ്മാനം തരുന്നു. ദൈവം സഹായിച്ചിട്ട് സമ്മാനം കൊടുക്കേണ്ടി എനിക്ക് വന്നില്ല കേട്ടോ. ഇനി നമ്മളപ്പ ഈ പരിപാടി ഇങ്ങോട്ടുള്ള റൂട്ട് കഴിഞ്ഞ് നമ്മളുടെ അല്ലേ, ഇങ്ങനെ നോക്കുമ്പോ താഴത്തേക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? താഴത്തേക്കല്ല, ഇങ്ങനെ കുത്തനെ കുത്തനെ, ഇങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം, തോന്നുന്നുണ്ടോ? മനോഹരമായ കളറുകൾ ഒരുപോലെ വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു രസം ഉണ്ടായി. ടീച്ചർ കളറുകളൊക്കെ യോജിപ്പിച്ച് വെച്ചിട്ട് ടീച്ചർക്ക് അത്യാവശ്യം ഒന്ന് ഇവിടുന്ന് മാറേണ്ടി വന്നു. ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞ് മോനോട് പറഞ്ഞ്, എടാ മോനെ ഇതൊന്ന് ഒട്ടിച്ചു വെച്ചേക്കടാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, അമ്മച്ചി ഇതിനെന്താ വല്ല പ്രത്യേകത? ഞാൻ പറഞ്ഞാ നീ ആ കളർ വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചോളാൻ പറഞ്ഞു. അവൻ എന്താ ചെയ്തെന്ന് വെച്ചാല് കളറൊക്കെ ഒരേപോലെ ആണെങ്കിലും ഇത് ഇപ്പുറത്തും വന്ന് ഇത് ഇപ്പുറത്തും വന്ന്. ഇത് കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കാരണം തോറും പഠിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ ഇതെല്ലാം മറന്നു പോകും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, പഠിക്കണം. അപ്പൊ പിന്നെ ടീച്ചർ ഡൗട്ട് ക്ലിയർ ചെയ്തപ്പോ അവൻ നല്ല ശരിക്കും ഭംഗിയായിട്ട് ഒട്ടിച്ചു തന്നു. ടീച്ചറിന്റെ മോനും ടീച്ചറിന്റെ മോന്റെ ഫ്രണ്ട്സും കൂടിയാണ് നന്നായിട്ട് ഒട്ടിച്ചു തന്നത് കേട്ടോ. അപ്പൊ ഈ കളറ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടാ? ആ, ഇതെല്ലാം പച്ചക്കളറ്, ഇതെല്ലാം ചുവപ്പ്, ഇതെല്ലാം നീല, ഇതെല്ലാം പിങ്ക് കളറ്, ഇത് മെറൂൺ കളറില്, ബ്രൗൺ കളറിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. ക ച ട ത പ. ഉറപ്പിച്ച് പറയുക. ക ച ട ത പ. തുടക്കം ഓരോ വർഗത്തിന്റെയും തുടക്കമാണ്. നമ്മൾ നല്ല ഭംഗിയായിട്ടല്ലേ ഉച്ചരിച്ചത്? ക ച ട ത പ. ഇതിന് പറയുന്നത് ഖരം, സോളിഡ് ഖരം. അല്ല, കൃത്യമായിട്ട് പറയണം. ക ച ട ത പ, ഖരം. ഈ ക ച ട ത പ എന്നുള്ളതിന്റെ തൊട്ടടുത്തുള്ള അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ആ ചന്ദ്രക്കലയുടെ ചിഹ്നം വെച്ച് ഹായ് ശബ്ദമായിട്ട് ജോയിൻ ചെയ്താ പഠിപ്പിച്ചത് അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഊന്നലുള്ള അക്ഷരം അല്ലേ? അപ്പൊ ഈ ഖരം എന്നുള്ള അക്ഷരത്തോടു കൂടി, ഖരം ഈ ഖായാണ് വരുന്നത്, അപ്പൊ ഉറപ്പിച്ചു പറയുക ഖരം. ഖരം എന്നുള്ള അക്ഷരത്തോടു കൂടി, അക്ഷരങ്ങളോട് കൂടി ഹാ ചേരുമ്പോൾ ഖരം എന്തായി മാറണം? അധികരമായിട്ട് മാറണം. അതാണ് ഇത്. ടീച്ചർ ആ ഖ എഴുതിയിട്ടുണ്ട്. അധികരം, അധികം, കാട്ടുകട്ടി. അപ്പൊ ഇങ്ങനെ പറയുമ്പോ എന്ത് വരും? കായരോട് ചേർന്ന ഖ, ക ഖ, ഛ ഠ ഥ ഭ, ഖ ഛ ഠ ഥ ഭ. ഇത് ക ച ട ത പ ആണെങ്കിൽ ഇത് ഖ ഛ ഠ ഥ ഭ. ഇത് അധികരം. അപ്പൊ നമ്മൾ ക്ഷീണിക്കും ഇത്രയും പറഞ്ഞു കഴിയുമ്പോ. ഇനി ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറയുക. എന്താണ്? ഗ ജ ഡ ദ ബ. കണ്ടാ? ഒരു കുന്നങ്ങാട് കയറി കഴിഞ്ഞാൽ ഒരു കുഴി, ഒരു റെസ്റ്റ്. അതാണ് നമ്മുടെ ഗ ജ ഡ ദ ബ. ഇതിന് പറയുന്നത് എന്തായിരിക്കും അപ്പ? മൃദു, സോഫ്റ്റ്. അങ്ങനെ ശബ്ദിച്ചാ മതി കേട്ടാ. ക ച ട ത പ, ഖ ജ ഢ ധ ഭ. അത് കഴിഞ്ഞാൽ ഗ ജ ഡ ദ ബ, സോഫ്റ്റ്. ഇനി അടുത്തത് കുറച്ചും കൂടി, അപ്പൊ നമുക്കൊരു റെസ്റ്റ് ഒക്കെ കിട്ടിയല്ലേ? ഭയങ്കരമായിട്ട് ഉറപ്പിച്ചങ്ങാട് പറയുക. ഘ ഝ ഢ ധ ഭ. അതിനെ പറയുന്നത് ഘോഷം. ഇത്തിരി ആഘോഷമായിട്ട് അങ്ങ് പറയണം കേട്ടാ. അത് ഇതിൽ ഹ ചേരുന്നതാണ്. ഈ മൃദു എന്നുള്ള ഗ്രൂപ്പിനോട് കൂടി ഹ ചേരുമ്പോഴാണ് ഘോഷങ്ങൾ. ഘ ഝ ഢ ധ ഭ. ഓക്കെ. അതും കഴിഞ്ഞ് അടുത്തത് ങ ഞ ണ ന മ. നാസികയിൽ വരണം. അനുനാസികങ്ങൾ എന്ന് പറയും. നമ്മുടെ മൂക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് പറയുന്നുണ്ട്. ങ ഞ ണ ന മ. മനസ്സിലായില്ലേ? അപ്പൊ ഖരങ്ങൾ, അധികരങ്ങൾ, മൃദുക്കൾ, ഘോഷങ്ങൾ, അനുനാസികങ്ങൾ. മനസ്സിലായില്ലേ? കച്ചടത്തപ, ഘചടധഭ, ഗജടദബ, ഖ ഛ ഠ ധ ഭ. ങ ഞ ണ ന മ. ഓക്കെ, ഒരുവിധം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ നമ്മളിപ്പോ
ഇങ്ങനെ തിരിച്ചു, ഇങ്ങനെ തിരിച്ചു. പവർഗം, ടവർഗം, ടവർഗം, ചവർഗം, കവർഗം, അല്ലെങ്കിൽ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. സാധാരണ പറയുന്നതാണ് കച്ചട്ടത്തപ്പ എന്ന് പറയുന്നത്. കച്ചട്ടത്തപ്പ. അപ്പൊ കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. കച്ചട്ടത്തപ്പ. അപ്പൊ ഗച്ചട്ടതഭ, ഗജടദബ, ഖച്ചട്ടതഭ, ങഞണനമ. കഴിഞ്ഞു. ഖരങ്ങൾ, അധികരങ്ങൾ, മൃദുക്കൾ, ഘോഷങ്ങൾ, അനുനാസികങ്ങൾ. ഇനി നമുക്കിപ്പം നമ്മൾ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, അതായത് ഇങ്ങനെയും എടുത്തു, ഇങ്ങനെയും എടുത്തു. ഇനി നമുക്ക് ഒരു തിരമാലേനെ എടുക്കാം. നമുക്ക് തിരമാല. തിരമാല എങ്ങനെയാണ് ഇരിക്കണത്? നോക്കിയേ, കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഇതാണ് തിരമാല. താഴ്ന്നു പൊങ്ങി, താഴ്ന്നു പൊങ്ങി, ഇങ്ങനെ. അപ്പൊ ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ് അല്ലേ? ഇത് ഉയർന്ന പോയിന്റ്. ഏറ്റവും താഴത്തെ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ തിരമാല പിന്നെ ഉയരത്തിലേക്കാണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ തിരമാല പിന്നെ താഴേക്ക്. നിങ്ങൾ ഈ വേവിന്റെ ഇതൊക്കെ വലിയ ക്ലാസ്സിൽ സയൻസിൽ പഠിക്കും കേട്ടോ. ഈ പോയിന്റിന് പ്രത്യേകത പേരുണ്ട്, ഇതിനൊക്കെ പേരുണ്ട്. ആ പേരൊന്നും നമ്മൾ ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോ നമ്മൾ കവർഗം എടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ ക എവിടെ എഴുതണം? ക ഇവിടെ എഴുതണം. അടുത്തതാ ഘ ഇവിടെ എഴുതണം. അടുത്തതാ ഗ ഇവിടെ എഴുതുക. അടുത്തത് ഘോഷം ഇവിടെ എഴുതുക. ഇതാ ങ ഇവിടെ എഴുതുക. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട് നമ്മുടെ മലയാളത്തിന് ട്ടാ. ക ഖ ഗ ഘ ങ, ക ഗ ങ ഘ ഘ. ഓക്കെ. ഇതുപോലെ നമുക്ക് ചായാണെങ്കിലോ ച ജ ഞ, ഛ ഛ അല്ലേ? ടായാണെങ്കിലോ ട ഡ ണ ഠ ഠ. തായാണെങ്കിലോ ത ദ ന ഥ ധ. പായാണെങ്കിലോ പ ബ മ ഭ ഭ. ഹോംവർക്ക് തന്നെ ചെയ്യണം. ഓരോന്നിന്റെ വേവ് വരക്കുക, താഴത്ത് പോയിന്റിൽ അടയാളപ്പെടുത്തുക, മുകളിൽ വരുന്നത് ഹാ ശബ്ദമുള്ളത് എഴുതുക. ഒരു ഹോംവർക്ക് ആയിട്ടിരുന്നോട്ടെ. ഇതൊക്കെ ചെയ്യുവോ? ചെയ്യണോട്ടാ. ആ അപ്പൊ ഇനി ഇതിപ്പോ നമ്മളുടെ ഏതാണ്ട് ഒരു വിധം വ്യഞ്ജനാക്ഷരങ്ങളുടെ നമ്മുടെ ഇർ ഇൽ ഇൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ചില്ലക്ഷരങ്ങളാണ്. അപ്പൊ നമ്മളുടെ 36+5 41 അക്ഷരങ്ങളുടെ ഏതാണ്ട് ഒരു പൂർത്തീകരണം ഉച്ചാരണത്തോടു കൂടി നമ്മൾ അവസാനിപ്പിച്ച്. ഇനി ഈ ഗ്രൂപ്പിൽ സ്വരാക്ഷരങ്ങൾ വരും. ആയും ഊവും ഇവിടെയൊക്കെ ഓരോരോ അക്ഷരങ്ങൾ ചേരും. അതെന്താണ് നമ്മൾ അതും കൂടി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും കൂടി റിവൈസ് ചെയ്യാം കേട്ടോ. റിവിഷൻ എപ്പോഴും നല്ലതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്ന് അടുത്ത മലയാളം നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ